ആൽബർട്ട് ഐൻസ്റ്റീൻ, ലോകമറിയുന്ന വിഖ്യാത സയൻറ്റിസ്റ്റ്. നിങ്ങൾക്കറിയാം, നമ്മൾ ഇന്ത്യക്കാർക്ക് അദ്ദേഹത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു അഭിമാനമുണ്ട്. അദ്ദേഹമാണ് പറഞ്ഞത്, ഒരു 200 കൊല്ലം കഴിയുമ്പോൾ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാഗാന്ധി മണ്ണിൽ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. കാര്യം അത്ര വലിയ മഹാത്മാവാണ് ഗാന്ധിജി എന്ന് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റീനാണ്. ഞാൻ ആ കാര്യത്തെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഐൻസ്റ്റീൻ ഒരു യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായിരുന്നു, പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ. ഒരിക്കലും അദ്ദേഹം തൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കായിട്ട് ഒരു പരീക്ഷ നടത്തി. പരീക്ഷ കഴിഞ്ഞപ്പോൾ ഐൻസ്റ്റീൻ്റെ അസിസ്റ്റൻ്റ് വന്ന് പറഞ്ഞു, ഈ ചോദ്യങ്ങളെല്ലാം കഴിഞ്ഞ വർഷത്തേതാണല്ലോ, പുതിയ ചോദ്യങ്ങളൊന്നുമല്ല. ഞെട്ടിക്കൊണ്ടാണ് ഈ അസിസ്റ്റൻ്റ് പറഞ്ഞത്. ഇനി തൻ്റെ പ്രൊഫസർക്ക് എന്തോ ഒരു അബദ്ധം പറ്റിയ എന്ന രീതിയിലാണ് ഈ അസിസ്റ്റൻ്റ് പോയി ഇദ്ദേഹത്തിനോട് പറഞ്ഞത്. അപ്പോൾ പ്രൊഫസർ ഐൻസ്റ്റീൻ പറഞ്ഞു, ഈ വർഷത്തെ പരീക്ഷയിലെ ചോദ്യങ്ങളെല്ലാം തന്നെ നേരത്തെ ഞാനിട്ട ചോദ്യങ്ങളാ, കഴിഞ്ഞ കൊല്ലത്തെ ചോദ്യങ്ങൾ തന്നെയാണ്, പക്ഷേ ഉത്തരങ്ങൾ വ്യത്യാസപ്പെടും. അതായത് പുഞ്ചിരിച്ചുകൊണ്ട് ഐൻസ്റ്റീൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ഓരോന്നിലും മനനം ചെയ്യുമ്പോൾ, ആഴത്തിൽ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. ഭൂമി സൂര്യനെ ചുറ്റുന്നോ, സൂര്യൻ ഭൂമിയെ ചുറ്റുന്നോ എന്ന് ചോദിച്ചതിന് ഉത്തരങ്ങൾ പിന്നീട് മാറിയില്ലേ? അതുപോലെ നിരന്തര പഠനം, മനനം, ശാസ്ത്രീയമായ ഗവേഷണം ഇതെല്ലാം ചെയ്തു കഴിയുമ്പോൾ ചോദ്യങ്ങൾ ഒന്ന് തന്നെയാണെങ്കിൽ ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കണം എന്നാണ് പ്രൊഫസർ ഐൻസ്റ്റീൻ തൻ്റെ കുട്ടികളോടും അസിസ്റ്റൻറ്റിനോടും പറഞ്ഞത്. ശാസ്ത്രത്തിൽ അഗാധമായ അറിവും അവഗാഹവും നേടുമ്പോൾ കാലത്തിനനുസരിച്ച് നിങ്ങളുടെ തലച്ചോറ് വികസിക്കും, നിങ്ങളുടെ ഉത്തരങ്ങൾ മാറും. ഇന്നലെ വരെ നിങ്ങൾ ശരിയാണ് എന്ന് ധരിച്ചത് ഇന്ന് ചോദ്യം ചെയ്യപ്പെടും, മാറി മറിഞ്ഞേക്കാം. അതുകൊണ്ട് ചോദ്യങ്ങൾ ഒന്ന് തന്നെ, പക്ഷേ കാലത്തിനനുസരിച്ച് ഉത്തരങ്ങൾ മാറി വരും. ജിജ്ഞാസയുടെ അന്വേഷണം തുടരുക, അനുമാനങ്ങളെ നിങ്ങൾ ചോദ്യം ചെയ്യുക. ഈ തലച്ചോറ് ഒരിക്കലും ആർക്കും പണയം വെക്കാതെ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക, ഉത്തരങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും കാലത്തിൻ്റെ വെല്ലുവിളികൾക്ക് അനുസരിച്ച്. പുതിയ ആശയങ്ങൾക്കായിട്ട് നിങ്ങളുടെ വാതായനങ്ങൾ, മനസ്സിൻ്റെ വാതായനങ്ങൾ തുറന്നങ്ങനെ ഇടുക. വളർച്ചയുടെയും വിജയത്തിൻ്റെയും താക്കോലായി അത് മാറട്ടെ. ഐൻസ്റ്റീൻ പറഞ്ഞതുപോലെ ചോദ്യങ്ങൾ ഒന്നായിരിക്കും, പക്ഷേ കാലത്തിനനുസരിച്ച് ഉത്തരങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഗവേഷണം തുടരുക.